നമസ്കാരം. എലത്തൂർ എം.എൽ.എ. വിദ്യാ ബാലകൃഷ്ണന് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് 3 കോടി രൂപ തട്ടാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ ഡൽഹിയിൽ നിന്നും കോഴിക്കോട് എത്തിച്ചു. ഡൽഹി സ്വദേശികളായ നിതിൻ കുമാർ, ഗൗരവ് എന്നിവരെ കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് പിടികൂടിയത്. ഞായറാഴ്ച പുലർച്ചെ കോഴിക്കോട് എത്തിച്ച പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഉടൻ കോടതിയിൽ ഹാജരാക്കും. ജൂലൈ 6-നാണ് എലത്തൂർ എം.എൽ.എ. വിദ്യാ ബാലകൃഷ്ണന് മന്ത്രിപദവി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള വ്യാജ വാട്സപ്പ് കോൾ വരുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലെ സെക്രട്ടറി രാജ്കുമാർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആളാണ് 3 കോടി രൂപ ആവശ്യപ്പെട്ടത്. സംസ്ഥാന മന്ത്രിസഭ ഉടൻ പുനഃസംഘടിപ്പിക്കുമെന്നും തുക നൽകിയാൽ മന്ത്രിയാക്കാം എന്നുമായിരുന്നു വാഗ്ദാനം. പണം നൽകി എങ്ങനെ മന്ത്രിയാക്കുമെന്ന് എം.എൽ.എ. തിരിച്ചു ചോദിച്ചപ്പോൾ ഇംഗ്ലീഷിൽ വിശദമായ പദ്ധതി മറുപടിയായി നൽകുകയായിരുന്നു. സംശയം തോന്നിയ വിദ്യാ ബാലകൃഷ്ണൻ വിവരം പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നേരിട്ടറിയിച്ചു. തങ്ങളുടെ ഓഫീസിൽ നിന്നും അത്തരം ഫോൺ കോളുകൾ പോയിട്ടില്ലെന്ന് ഔദ്യോഗിക വിശദീകരണം ലഭിച്ചതോടെ എം.എൽ.എ. പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഫോൺ വിളിച്ച സിം കാർഡിന്റെ ഉടമയെ കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ സിം കാർഡ് തന്റെ പേരിലുള്ളതാണെങ്കിലും കോളിനെക്കുറിച്ച് അറിയില്ലെന്ന് ഇയാൾ വ്യക്തമാക്കി. തന്റെ ഫോൺ നഷ്ടപ്പെട്ടതാണെന്ന വിവരവും ഇയാൾ കൈമാറി. ഡൽഹി UP അതിർത്തിയിൽ വെച്ച് കോഴിക്കോട് സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ പദം സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ വലയിലാക്കിയത്. ഒരാഴ്ചയോളം ഡൽഹിയിൽ ക്യാമ്പ് ചെയ്താണ് പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയത്. ഗൗരവാണ് പ്രിയങ്ക ഗാന്ധിയുടെ സെക്രട്ടറി എന്ന വ്യാജേന ജനപ്രതിനിധികളെ വിളിച്ചതെന്നും നിതിൻ കുമാറുമായി ചേർന്നാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തതെന്നും പോലീസ് കണ്ടെത്തി. കേരളത്തിലെ ജനപ്രതിനിധികൾക്ക് പുറമെ MP-മാരായ ഷാഫി പറമ്പിൽ, ഡീൻ കുര്യാക്കോസ് എന്നിവരെയും ഡൽഹി, ഒഡീഷ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ നിരവധി MP-മാരെയും MLA-മാരെയും ഈ സംഘം സമാന രീതിയിൽ വിളിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയക്കാരെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന വൻ തട്ടിപ്പ് ശൃംഖലയുടെ ഭാഗമാണോ ഇരുവരുമെന്ന് പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ആൾമാറാട്ടം നടത്തി വഞ്ചിക്കാൻ ശ്രമിച്ചതിനും IT നിയമപ്രകാരവുമാണ് പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.